BJPയെ വിശ്വസിക്കാൻ കൊള്ളൂല ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കാൻ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല. ബോൾഡായ സ്റ്റേറ്റ്മെൻറ്റാണ്, കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ ഒരു കാര്യവും ചെയ്യാൻ കേന്ദ്രത്തിന് കഴിയുകയുമില്ല. കഴിയുമെന്ന പേരിലുള്ള ഒരു പ്രചരണം നടത്തുകയായിരുന്നു കേന്ദ്രം ചെയ്തത്. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ട്, UDFിൻ്റെ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുത്തത്? UDFും കോൺഗ്രസിനും ഹിന്ദു വോട്ട് വേണ്ട എന്ന് പറയുന്നത് സ്വാഭാവികമായും പാലക്കാടും നിലമ്പൂരിലുമൊക്കെ SDP-യുടെ വോട്ട്, അതേപോലെ ജമാഅത്തയുടെ വോട്ട്, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സുകുമാരൻ നായരും സ്വാഭാവികമായിട്ടും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു പക്ഷത്തേക്ക് ന്യൂനപക്ഷ പ്രീണനം UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ, ഹിന്ദു വോട്ടുകളിൽ നിന്ന് അകലുന്നുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായും സുകുമാരൻ നായർക്ക് തോന്നിയിട്ടുണ്ടാവാം എന്നുള്ളതാണ്. ഇനി ശബരിമലയിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ പറയുന്നതിൽ വിശ്വസിക്കുകയാണ് സുകുമാരൻ നായർ. അയ്യപ്പ സംഗമം എന്തുകൊണ്ടാണ് ബഹിഷ്കരിച്ചത് കോൺഗ്രസ്? ആ ചോദ്യം നമ്മൾ ഇന്നലെയും ചോദിച്ച ചോദ്യമല്ലേ. അയ്യപ്പ സംഗമം നടത്തുന്നത് ഏതെങ്കിലും ആചാരം ലംഘിക്കാൻ വേണ്ടിയായിരുന്നോ? ശബരിമലയിലെ വികസനം ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമായിരുന്നില്ലേ? BJP പങ്കെടുക്കുമായിരുന്നില്ലേ? ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പന്തളത്ത് സംഘടിപ്പിക്കാൻ വരുന്ന സമയത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ അവിടെ വരുന്നു. എന്ത് ക്രിയേറ്റീവായ സജഷൻസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് കൊടുക്കേണ്ട സ്ഥലം ആഗോള അയ്യപ്പ സംഗമമായിരുന്നില്ലേ? അതുകൊണ്ടാണ് സുകുമാരൻ നായർ പറയുന്നത് കൃത്യമായും രാഷ്ട്രീയ നിലപാടാണ്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ഈ കോൺഗ്രസിൻ്റെയും BJPയുടേതും ഈ വിഷയത്തിൽ എന്ന് പറയുന്നത്.